തൃശൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിയൂർ സ്വദേശി രതീഷാണ് മരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അശ്വിൻ ബാലായി തൃശൂരിൽ ചേർന്ന അശ്വിൻ, എന്താണ് വിവരങ്ങൾ? സാമ്പത്തിക പ്രതിസന്ധി ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുഹേൽ 42 വയസ്സുകാരനായ രതീഷിനെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് വിയ്യൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന് ശേഷം സുഹൃത്തുക്കളുമൊക്കെ സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കടബാധ്യത ഏറെ ഉണ്ടായിരുന്നു രതീഷിനെ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി രതീഷ് പണം ലോണായി എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് കഴിഞ്ഞ കുറെ നാളുകളായി മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇതുകൂടാതെ കുടുംബശ്രീ അടക്കമുള്ളവയിൽ നിന്നും ലോണുകൾ എടുത്തിരുന്നു. ഇതിന്റെ പലതിന്റെയും തിരിച്ചടവ് മുടങ്ങിയിരുന്നു. അങ്ങനെ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തിരിച്ചടവ് ഉടൻ അടയ്ക്കണം എന്നുള്ള തരത്തിൽ ഫോൺ കോളുകളും വീട്ടിൽ നേരിട്ടെത്തി ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്നതായി കുടുംബമടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് രേഖാമൂലമുള്ള പരാതി കിട്ടുന്നതിനുള്ള താമസം മാത്രമാണ് അന്വേഷണം ആരംഭിക്കാനുള്ള തടസ്സം എന്ന് പോലീസ് പറയുന്നു. എന്തായാലും നാളെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുഹേൽ, ശരി, അശ്വിൻ ബാലയാണ് വിവരം നൽകിയത്. സാമ്പത്തിക ബഡ്ജറ്റുകളൊക്കെ താളം തെറ്റുകയാണോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ ആളുകൾ ജീവനൊടുക്കുന്ന വാർത്തകൾ ദിനംപ്രതി കൂടി വരികയാണ്. നമ്മൾ നേരത്തെ അങ്കമാലിയിലെ വാർത്തയും സൂചിപ്പിച്ചതാണ്.